ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ +1 ആണെങ്കിലും +2 ആണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ് അല്ലേ. കാരണം ഇംഗ്ലീഷിനാണ് നമ്മുടെ എല്ലാവരുടെയും മാർക്ക് കുറയുന്നത്. ഇംഗ്ലീഷ് നമ്മളെ കുഴപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ബാക്കി എല്ലാ സബ്ജക്റ്റും നമുക്ക് എങ്ങനെയുള്ളൊരു സമയം ഉണ്ടെങ്കിൽ പഠിച്ചു തീർക്കാൻ പറ്റും. ഈ ഇംഗ്ലീഷ് മാത്രം നമുക്കൊരു പിടി തരാത്തൊരു സബ്ജക്റ്റാണ്. സോ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. +1 കുട്ടികൾക്കും +2 കുട്ടികൾക്കും ഒരേപോലെ ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ടെക്സ്റ്റ് വായിച്ചുകൊണ്ടിരുന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് വായിച്ച് ആദ്യം മുതലൊക്കെ പഠിക്കാനുള്ളൊരു സമയമില്ല അല്ലേ. ഇന്നിപ്പോൾ എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 28 ഇനി ഇംഗ്ലീഷ് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പാഠങ്ങളുടെയും സമ്മറി വായിക്കുക. കാരണം ആ പാഠങ്ങളിൽ എന്ത് നടക്കുന്നു, അതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അതിൽ നടക്കുന്ന മെയിൻ ഇൻസിഡൻസ് എന്തൊക്കെയാണ്, മെയിനായിട്ട് അതിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, അതിലെന്തെങ്കിലും സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഹ്യൂമറിനെ പറ്റിയിട്ടോ സറ്റയറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വുമൻ എംപവർമെൻറ്റിനെ പറ്റിയിട്ടോ അങ്ങനെ എന്ത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് അതിൽ പറയുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. സമ്മറി എല്ലാം വായിച്ചു തീർന്നതിന് ശേഷം പോയം വായിക്കണം. പോയം പിന്നെ അതിൽ നമുക്കൊരു എന്താ പറയുക വിട്ടുവീഴ്ച ചെയ്യാനില്ല. പോയം നമ്മൾ വളരെ കുറച്ച് പോയല്ലേ ഉള്ളൂ. ഇംഗ്ലീഷ് +1 +2 വളരെ കുറച്ച് പോയുള്ളൂ. പോയത്തിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എക്സാമിന് നമുക്ക് കുറച്ച് ലൈൻസ് തന്നിട്ട് ഇതിലെന്താണ് പോയറ്റ് ഉദ്ദേശിക്കുന്നത്, ഇതിൽ ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ലൈൻ ബൈ ലൈൻ മീനിങ്ങും നമ്മൾ പഠിക്കണം. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസസും പഠിക്കണം. അതായത് പോയറ്റിക് ഡിവൈസ് എന്ന് പറയുമ്പോൾ അതിൽ മെറ്റഫർ ഉണ്ടെങ്കിൽ അത് ഏതാണ്, സിമിലി ഉണ്ടെങ്കിൽ അതിൽ എവിടെയാണ്, പിന്നെ അതുപോലെ തന്നെ പേഴ്സോണിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ള പോയറ്റിക് ഡിവൈസസ് ഒക്കെ നമ്മൾ അതിൽ നിന്ന് പഠിക്കണം. അതിനുശേഷം പോയംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് പ്രധാനപ്പെട്ട ഗ്രാമറാണ്. എല്ലാവരും ഇങ്ങനെ ഗ്രാമർ അന്വേഷിച്ച് നടക്കില്ലേ, ഗ്രാമർ എങ്ങനെ പഠിച്ചു തീർക്കും എന്നുള്ളത്. ഈ മോഡൽ എക്സാമിന് നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി ഗ്രാമറുകളുടെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ട ഗ്രാമർ ഒന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് പഠിക്കണം. ദെൻ കൊഹസീവ് ഡിവൈസസ് പഠിക്കണം. അതായത് മോർ ഓവർ, ഫർദർ മോർ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ നമ്മൾ എവിടെ യൂസ് ചെയ്യും. കൊഹസീവ് ഡിവൈസസ് പഠിക്കണം. പിന്നെ നമ്മൾ ഇഫ് ക്ലോസ് പഠിക്കണം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ വിൻ, ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് വിൻ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് വോൺ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇഫ് ക്ലോസ് നിങ്ങൾ പഠിക്കണം. പിന്നെ പാസിവേഷൻ പഠിക്കണം. പാസിവേഷൻ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ്. സിമ്പിൾ വീഡിയോ അതിൻ്റെയും നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, അത് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഗ്രാമർ എന്ന് പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. സോ റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കണം. വളരെ കുറച്ച് ചേഞ്ചസ് മാത്രമേ അതിൽ വരുത്താനുള്ളൂ. അപ്പോൾ അത് പഠിക്കണം. പിന്നെ ഇപ്പോൾ എക്സാമിന് കാണുന്ന ഒന്നാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ മോഡൽ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്, അത് പഠിക്കണം. സോ നമ്മൾ സമ്മറി പഠിച്ചു, പോയം പഠിച്ചു, ഗ്രാമർ പഠിച്ചു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പഠിക്കണ്ടേ, എല്ലാ ഫോർമാറ്റുകളും പഠിക്കണം. ഓക്കെ, എല്ലാ ഫോർമാറ്റുകളും പഠിക്കുക എന്ന് പറയുമ്പോൾ ഫോർമാറ്റുകൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് തന്നെ ഡിസ്കോഴ്സസും ഫോർമാറ്റും. അതായത് ഇപ്പോൾ വരാൻ സാധ്യതയുള്ളത് സ്പീച്ചിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്പീച്ച്, അപ്രീസിയേഷൻ, ഇമെയിലിൻ്റെ ഫോർമാറ്റ് പഠിക്കണം. ലെറ്റർ, അത് തന്നെ ലെറ്റർ ടു ദ എഡിറ്റർ ഉണ്ട്, ലെറ്റർ ഓഫ് എൻക്വയറി ഉണ്ട്, ഫ്രണ്ടിന് അയക്കുന്ന ലെറ്റർ ഉണ്ട്, പിന്നെ ആർഗ്യുമെൻറ്റ്സ്, ഫേവർ ആൻഡ് എഗെയിൻസ്റ്റ്, അങ്ങനെ ഒരുപാട് ഡിസ്കോഴ്സസ് വരാറുണ്ടല്ലേ. സെമിനാർ റിപ്പോർട്ട്, ട്രാവൽ എസ്സേ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ജോബ് ആപ്ലിക്കേഷൻ, ലെറ്റർ ആൻഡ് റെസ്യൂമി, ഇതിൻ്റെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫോർമാറ്റ് പഠിച്ചിരിക്കണം. ഇത്രയും ചെയ്തതിന് ശേഷം അവസാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ തൊട്ട് മുന്നേ കഴിഞ്ഞ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമില്ലേ, നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റേത്, ആ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണം. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ ആക്ച്വലി നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചാൽ അത്രയും നല്ലതാണ്. അത്രയും ഒന്നും നിങ്ങളെക്കൊണ്ട് സാധിച്ചില്ലെങ്കിലും ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇത്രയും നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന എക്സാമിന് ഇനി പഠിച്ചാലും നിങ്ങൾക്ക് 80-ൽ 60 ആൻഡ് എബവ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ 70 എബവ് വാങ്ങിക്കാൻ ഇത്രയും തന്നെ
ധാരാളമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലെയുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇതുപോലെയുള്ള വീഡിയോസ് ഇനി വേണമെന്നുള്ളത്. ഓക്കെ, താങ്ക്